നിത്യമായ ജീവിതം, ആ ദൈവിക ചൈതന്യം മനുഷ്യന് നഷ്ടമായി അവൻ എന്നേക്കുമായി ഒരു നിത്യനാശത്തിലേക്ക് കൂപ്പുകുത്തി മരണത്തിന് അടിമപ്പെട്ടു. പ്രിയമുള്ളവരെ, എന്നാൽ കരുണ തന്നെയായ ദൈവം, സ്നേഹം തന്നെയായ ദൈവം തന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് തന്റെ തന്നെ രൂപത്തിലും തന്റെ തന്നെ സദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ഉപേക്ഷിക്കുവാനോ തള്ളിക്കളയുവാനോ അവിടുന്ന് സന്നദ്ധമായിരുന്നില്ല, തയ്യാറായിരുന്നില്ല. എന്നാൽ പാപം ചെയ്ത പിശാചിന്റെ അടിമത്തത്തിലേക്ക് വീണുപോയ മനുഷ്യൻ അവനിൽ തന്നെ വീണ്ടും ഒരു മടങ്ങി വരവ്, അവൻ ചെയ്തു പോയ പാപത്തിനൊരു പരിഹാരം ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കേണ്ട ജീവൻ വീണ്ടും അവന് സ്വയമേ സ്വീകരിക്കുവാൻ സാധ്യമല്ലാതിരുന്നത് കൊണ്ട് ദൈവം തന്റെ ഏകജാതനെ, പാപവും കറകളുമില്ലാത്ത പരമപരിശുദ്ധനായ ദൈവം സ്വർഗത്തിന്റെ മഹിമയും പ്രതാപങ്ങളും വിട്ട് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി അവതരിക്കുവാൻ തിരുമനസായി. അങ്ങനെ മനുഷ്യന്റെ രക്ഷാക പദ്ധതിക്ക് തുടക്കം കുറിച്ചതാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് ആദിയിലേ ഉണ്ടായിരുന്ന വചനമായ ദൈവം, ദൈവപുത്രനായ മിശിഹാ തമ്പുരാൻ, ദൈവം തന്നെയായ യേശുക്രിസ്തു പരിപൂർണ മനുഷ്യനായി, എന്നാൽ അതോടൊപ്പം തന്നെ പൂർണ്ണ ദൈവവുമായി അവിടുന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിൽ മനുഷ്യനായി ഭൂജാതനായി. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇതാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി. ദൈവം തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചത് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുവാനും, പാപം മൂലം പാപത്തിന്റെ അടിമത്തത്തിലേക്ക് കടന്നുപോയ മനുഷ്യര് രക്ഷയ്ക്ക് മറ്റൊരു വഴിയും ഇല്ലാത്തതിനാൽ അവനിൽ തന്നെ പരിഹാര പ്രവർത്തികളോ പ്രായശ്ചിത്ത പ്രവർത്തികളോ തീർത്ഥാടനങ്ങളോ നന്മകളോ സൽക്കാര്യങ്ങളോ ചെയ്താൽ അവന് ദൈവം നൽകിയ നിത്യജീവൻ വീണ്ടും പ്രാപിക്കുക അസാധ്യമാണ് എന്നതിനാൽ ആ ദൈവം തന്നെ വീണ്ടും അവൻ ആ നിത്യജീവൻ മടക്കി നൽകണമെങ്കിൽ അവൻ ചെയ്ത പാപത്തിനൊരു പരിഹാര ബലി അർപ്പിക്കേണ്ടിയിരുന്നു എന്നത് ഒരു നിത്യമായ സത്യമായിരുന്നു.